Hello guys, welcome back to our channel. So this video is truly dedicated for all the animal lovers out here. So in this video we will be exploring Calgary Zoo. First തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പെൻഗ്വിനെയാണ് നമ്മൾ കണ്ടത്. ഇതാണ് പെൻഗ്വിൻ ഹാബിറ്റാറ്റ്സ്. Wow, penguins. അയ്യോടാ. ഇത് കണ്ടില്ലേ, ഇവര് കൈയൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. ഗോട്ടിനെ കണ്ടോ? കൂട്ടിന് ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റയ്ക്കാണോ? ഇവിടെ പോളാർ ബെയർ. He has something. He has a shell. What does he have his paw? Huh? It's a toy. It's a toy. It's a toy, I think. There it goes. Come. Hello. You're never gonna get this. Wow, it's so big. Here it is, my first polar bear. Oh my god guys, it was so huge, impossibly huge. But also look at that fluff. I can't believe something so powerful can look so soft and so damn cute at the same time. ഭയങ്കര ക്യൂട്ടായിരുന്നു പോളാർ ബെയറിനെ കാണാൻ. നല്ല ഫ്ലഫി ആയിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് വുഡ്ലാൻഡ് കാരബോ. ദൈവം തമ്പുരാൻ അറിയാം ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന്. എനിക്ക് ആക്ച്വലി ഈ സൂവിൽ വന്നപ്പം എൻ്റെ മെമ്മറീസിൽ ഫുൾ എൻ്റെ മമ്മിയുടെ ബ്രദറായിരുന്നു, ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ. പുള്ളിക്കാരൻ ട്രിവാൻഡ്രം സൂവിൻ്റെ വെറ്റിനറി സർജൻ ആയിരുന്നു, ലൈക്ക് മോർ ദാൻ ഒരു 10 years. അപ്പം കൊച്ചങ്ങൾ ഞങ്ങളെ ട്രിവാൻഡ്രം സൂ ഇൻ ആൻഡ് ഔട്ട് എല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് ലൈക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നതും അവരുടെ ഹിസ്റ്ററിയും അവരുടെ പേരും എല്ലാം പറഞ്ഞു തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മെമ്മറീസ് ഫുൾ അതിലായിരുന്നു. ഇതാണ് ഗ്രേ ഗോൾഫ്. ഉഷാറാന്ന് തോന്നുന്ന ആള്. എവിടെയൊക്കെയോ ചെറുതായിട്ട് ഒരു ഹസ്കിനെ പോലെ തോന്നുന്നില്ലേ ഇവനെ കണ്ടിട്ട്? ഇത് വുഡ് ബൈസൺ. ഇതാണ് നമ്മുടെ ഫേമസ് ബ്ലാക്ക് ബെയർ. ടെസ്റ്റ് എന്നാണ് പേര്. 11 years old. ദേ പോന്നു മൈ ഡിയർ കർദി. വാവ്. അയ്യോ തിന്നല്ലേ. He's eating something. കാർഡി സാർ അങ്ങോട്ട് തിന്നിരിക്കുക. നമ്മൾ ഡെസ്റ്റിനേഷൻ ആഫ്രിക്കയിൽ പോവാണ്. ആഫ്രിക്ക ലയൺ. ശരിക്കും ലയൺ കാണുമോ? ഇവരിവിടെ ഈ ഹോൾ സൂ ഏരിയ ഒരു 5 sections ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഓരോ ആനിമൽസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഡെസ്റ്റിനേഷൻ ആഫ്രിക്ക. അവിടെ ജിറാഫുണ്ട്, മീനുണ്ട്, ഹിപ്പോ ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇവിടെ എന്തോ കുളിച്ചത് പരിപാടിയാന്ന് തോന്നുന്നു. ഇതെന്താ സാധനം? അതാണ് ഈജിപ്ഷ്യൻ ടോയ്സ്. ഹലോ മൈ ഡിയർ ജിറാഫ്. ഇതാണ് മസായി ജിറാഫ്. ഹലോ. ആ ലൈറ്റെല്ലാം തിന്നുവാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് മുട്ടൻ ഫിഷൊക്കെ ഉണ്ട്.
Here goes the lion of the jungle. The king of the jungle. Lion ഉലാത്തുകയാണ്. അവിടെ ഒരു സുന്ദരി ഇരിപ്പുണ്ട്. You could go see him from the other glass too. ഇവിടെ നമ്മുടെ സീബ്ര. ശരിയാ, വൈറ്റിലാണ് ബ്ലാക്ക് സ്ട്രൈപ്സ്. ഇതാണ് വേൾഡ് ഓഫ് ഫ്ലമേഴ്സ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മങ്കി. പക്ഷേ ഇച്ചിരി കോൾഡ് ആയതുകൊണ്ട് ആരും പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഈ മങ്കി മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം. Ready to fly. ജിറാഫ് നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തരുവാണ്. ജിറാഫ്. ഇതാണ് റെഡ് റിവർ ഹോഗ്. എങ്ങനെ ഗൈസ് എന്നെ ഇജാൻ പറഞ്ഞെന്ന് വിളിച്ചു. ഇനി നമുക്ക് ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റ് പോവാം. റെയിനുണ്ട്. ഫിഷ്. ഗൊറില്ല. എന്താ പ്ലേറ്റ് ഒക്കെ വെച്ച് കാണിക്കുന്നേ? ഫ്രണ്ട് പോയി കുറച്ചും കാണാൻ ഗൊറില്ല. അയ്യോ, ബോറടിച്ച് കിടക്കുവോ? പിണങ്ങി കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇത് കുട്ടിയൊക്കെ കണ്ടില്ലേ കയറി പോകുന്നത്? ഇത് കണ്ടില്ലേ? നമ്മളൊക്കെ ഇല്ലേ വരാന്തയിലൊക്കെ ഇരിക്കുന്ന പോലെ. അയ്യോ, ഒരാളെന്താ കുടിക്കുന്നു. മമ്മിയും ഇതാണ് നമ്മുടെ ഗൊറില്ല കുട്ടന്മാർ. ഞാൻ ആദ്യമായിട്ടാണ് ഗൊറില്ലനെ കാണുന്നത്. പക്ഷെ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു ഇവർ രണ്ടുപേരും. ഒരു ഭയങ്കര വഴക്കാളിയായിട്ടുള്ള ഒരു കൊച്ചും എല്ലാം കണ്ട് സഹിയായിട്ടും ജീവിതം മടുത്ത ഒരു അമ്മയും. നല്ല രസമായിരുന്നു ഇവരുടെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നി നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഭയങ്കര റിസംബ്ലിങ് ആയിരുന്നു. വൈകെന്ന് തോന്നുന്നു. മമ്മിയാണെന്ന് തോന്നുന്നു.
ഇത്രയും ബേർഡ്സ് ഇന്നത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാലും കുറേ സൗണ്ട് കേൾക്കാം. എന്താല്ലേ പുഴുക്കിളികളും അതിൻ്റെ സൗണ്ടും. ഉണ്ടല്ലോ പീക്കോക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇറങ്ങി നടക്കും. അമ്മ എൻ്റെ അടുത്തോട്ടാണോ വരുന്നത്? പിന്നെ ഇത് ഞാൻ വിചാരിച്ച പോർക്കിപ്പൈൻ ആണെന്ന്, പക്ഷേ അല്ലെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഇത് എന്താണെന്ന് അറിയുകയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഇത് അൽപ്പാക്ക, കുഞ്ഞതാ. എൻ്റെ പേര് ചായ് ചായ്. പിന്നെ ഒരു ചെറിയ തോടുണ്ട്, പുഴയുണ്ട്, കാടുണ്ട്. ഈ കാണുന്നത് ഫ്ലമിംഗോസ് ആണ്. എന്ത് രസമല്ലേ കാണാൻ. ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ സൂ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിനി പോകാൻ പോകുന്നത് എക്സ്പ്ലോറേഷൻ ഏഷ്യ. ഓ, ഇവരുടെ 40th ആനിവേഴ്സറി ആയിരുന്നു. Komodo dragon. So they'll climb the tree, but if they want to, let's say there's a waterfall they're all enjoying, they'll just go roll and Komodo poop. ഇത് big ആണോ? Their feces, and then they'll go and eat. Oh, they're this big. ഇതെന്താന്ന് എനിക്ക് പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് കാണും ഇതിനെ. Next section. Dinosaurs. Dinosaurs. ഹേയ്, നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ കൊല കണ്ടോ, കൊല ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഈ ചെടിക്ക് നല്ല മണമുണ്ട് ഇവിടെ. എന്തായാലും ചെമ്പരത്തി വരെ ഉണ്ട്. ഇതൊക്കെ എത്ര പറിച്ച് കളഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈസ്. ഇത് ഫുൾ ടൈം അങ്ങ് ഫുഡ് അടിക്കുക. ഒരു പില്ലോ പോലെ അവരുടെ ഗ്രാസ് ഇങ്ങനെ ആക്കി കൊടുത്തേക്കുക. കൊള്ളാം. ഇതാണ് പ്രീ ഹിസ്റ്ററിക് ഏരിയ. ഇതിപ്പം വേറൊരു സ്ഥലത്ത് വന്നതുപോലെ ഉണ്ട്. അവിടെ ഇതെല്ലാം എക്സ്റ്റെൻഡ് ആയി പോയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, സ്കൾപ്ചർ പോലെ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇതേതോ കുഞ്ഞു സംഭവം.
എവിടെ? അതൊരു മുട്ടുണ്ടായി. എല്ലാം ഇങ്ങോട്ട് ഗിഫ്റ്റ് ഷോപ്പാണ്. അച്ചിച്ച വെക്കേഷൻ കഴിഞ്ഞു. അങ്ങനെയാണോ ഇപ്പോ? അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, until next time.